നമസ്തേ. ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ തർക്കിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കറിയാം ആ വ്യക്തി നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് 100% അറിയാം. നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഓർമ്മയും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയും വിശ്വാസവും ഉണ്ട്. പക്ഷെ ഈ വ്യക്തി തർക്കിക്കുകയാണ്, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് സംശയമാണ്, നിങ്ങൾക്ക് സംശയം തോന്നുകയാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ കുറെ തവണ കേട്ട് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ കുറെ കാലം മുന്നേ നടന്ന സംഭവമൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ തന്നെ മെമ്മറിക്ക് ഒരു ആൾട്രേഷൻ വരുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ധാരണയ്ക്ക്, നിങ്ങളുടെ റിയാലിറ്റിക്ക് ഒരു മാറ്റം വരുന്നത് പോലെ തോന്നും നിങ്ങളുടെ ഓപ്പോസിറ്റ് ഉള്ള ഈ കക്ഷിയുടെ ബിഹേവിയറിന്റെ ഫലമായിട്ട്. ഗ്യാസ് ലൈറ്റിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് നിങ്ങളുടെ ധാരണകൾ, നിങ്ങളുടെ മെമ്മറീസ്, നിങ്ങളുടെ പെർസെപ്ഷൻസ്, നിങ്ങളുടെ റിയാലിറ്റീനെയൊക്കെ മറ്റൊരു വ്യക്തി അയാളുടെ ഫേവറബിൾ ആക്കിയിട്ട് എടുക്കാനോ, അല്ലെങ്കിൽ അയാൾക്ക് സിമ്പതി കിട്ടുന്നതിനോ, അല്ലെങ്കിൽ നിങ്ങളെ ഗിൽറ്റി ആക്കുന്നതിനോ വേണ്ടിയോ ഒക്കെ ആയിട്ട് ആൾട്ടർ ചെയ്യുകയാണ്. ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ആണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മളിലേക്ക് പല ആളുകൾ പ്രയോഗിക്കുന്നതും, അറിഞ്ഞും അറിയാതെയും പ്രയോഗിക്കുന്നതും. അതുപോലെ തന്നെ നമ്മൾ തന്നെയും ചിലപ്പോൾ മറ്റുള്ളവരോട് ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇത് ഇങ്ങനെ മാത്രമാകണമെന്നില്ല. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ചിലപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യം അയാൾ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ തർക്കിക്കുന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ അയാൾ പറഞ്ഞു എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഓർമ്മ ഉണ്ടായിട്ടും അയാൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വ്യക്തിയുമായിട്ട് തർക്കം ഉണ്ടാകുന്ന സമയത്ത് പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. പക്ഷെ ആ കൂട്ടത്തിൽ പ്രധാനമായിട്ടും ആ വ്യക്തി ചെയ്തിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് തർക്കിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ പല കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ശക്തമായിട്ട് പറഞ്ഞിട്ടില്ല ഈ ഒരു കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. പക്ഷെ മുൻപ് നടന്ന ഒരു സംഭവം ആയതുകൊണ്ട് നമ്മുടെ ഓർമ്മയിൽ നിന്ന് അത് ചിലപ്പോൾ മങ്ങിപ്പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ വ്യക്തി പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്. അങ്ങനെ ശക്തമായിട്ട് ഒരു വ്യക്തി ഇങ്ങനെയാണ്, ഇതാണ് യാഥാർത്ഥ്യം, അതായത് എന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ മറ്റുള്ള ആളുകളെ ആ രീതിയിൽ, ഞാൻ എങ്ങനെയാണോ യാഥാർത്ഥ്യത്തിനെ പെർസീവ് ചെയ്തിരിക്കുന്നത് അതുപോലെ പെർസീവ് ചെയ്യാനായിട്ട് ഫോഴ്സ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ബിഹേവിയർ ആണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലുള്ള സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ട്രിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നോ, അല്ലെങ്കിൽ ലൈഫ് പാർട്ട്നേഴ്സിന്റെ ഭാഗത്തു നിന്നോ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകളോ, ജോലി സ്ഥലത്തുള്ള ആളുകളോ, അവരിൽ നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ സംഗതികൾ ഉണ്ടാകുന്ന സമയത്ത് ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇമോഷണൽ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ നിന്ന് തെന്നി മാറാതെ അവിടെ തന്നെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഇവരെ ഡീല് ചെയ്യേണ്ടത് എന്നുള്ളത് ചിന്തിക്കാനായിട്ട് നിങ്ങളുടെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് സിസ്റ്റം ആക്റ്റീവ് ആകാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബ്രെയിനിന് സാധിക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അവബോധം ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഡീപ്പായിട്ടുള്ള സബ്റ്റിലായിട്ടുള്ള സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ടാക്ടിക്സ് സാധാരണ ആളുകൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ സർവൈവ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മം ഭംഗിയായിട്ട് ചെയ്യുന്നതിലേക്ക് അത് സഹായിക്കുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ വളരെ ഭൂതകാലത്തിൽ വളരെ പണ്ട് നടന്നു പോയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ മറന്നതായിരിക്കും, എല്ലാവരും മറന്നതായിരിക്കും. ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതത്തിലോ ഈ പറയുന്ന കക്ഷിയുടെ ജീവിതത്തിലോ അത് അപ്രസക്തവുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ പണ്ട് കാലത്തുണ്ടായ നിങ്ങളുടെ അബദ്ധങ്ങളോ, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ വീഴ്ചകളോ, അങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള മെമ്മറീസിനെ ഇവോക്ക് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒരു കാര്യവും ഇല്ലാതെ പറയുന്ന ഒരു സ്വഭാവം. ചില ആളുകൾ അത് പറയുന്നത് വഴി ഒരു സുഖം കണ്ടെത്തുകയാണ്. ഇപ്പൊ നിങ്ങളൊരു നല്ല സ്റ്റേജിലായിരിക്കും ഇപ്പൊ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആ നല്ല സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചൊറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കായിട്ട് അത് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു സൈക്കോളജിക്കൽ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നത് പോലെയാണ്. അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി കിട്ടുകയാണ്. നീ വന്ന വഴിയിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ, നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന സമയത്ത് ഇത് അവരുടെ മനസ്സിലെ ഇൻസെക്യൂരിറ്റീസ്, അവരുടെ മനസ്സിലെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഒപ്പമോ നിങ്ങളുടെ മുകളിലോ ഒന്ന് നിൽക്കണമെന്ന് തോന്നുന്ന അവസരങ്ങളിലൊക്കെയാണ് ആളുകൾ ഇങ്ങനെയുള്ള സംഗതികൾ എടുത്തിടുന്നത്. മനസ്സിന്റെ നല്ലൊരു ഭാഗത്തു നിന്നല്ല ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ വരുന്നത്. ഇവരുടെ ഈ സംസാരം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളിൽ കുറ്റബോധമോ അല്ലെങ്കിൽ ദുഃഖമോ ഒക്കെ ഉണ്ടാക്കാനായിട്ട്, ഒരു നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുമെന്നുള്ള ഒരു സബ് കോൺഷ്യസ് ലെവലിലോ അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടുള്ളതായിട്ടുള്ള ചിന്തയാണ് ഇവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. ഇതിന് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് എക്സാക്ട്ലി മോഡേൺ ഡേ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ടാക്ടിക് ആയിട്ട് എന്ന് പറഞ്ഞു പോരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാക്ട്ലി ഗിൽറ്റ് ട്രിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വ്യക്തിയോട് എന്തെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിനെ ദിവസം ഫോൺ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു, അപ്പോൾ ഒരു ദിവസം ഫോൺ ചെയ്യാതെ ആയിപ്പോയി, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ എന്നും വിളിക്കുന്നതാണ്, പക്ഷെ നിങ്ങൾ ഒരു ദിവസം തിരിച്ചു വിളിക്കാനായിട്ട് മറന്നുപോയി. അത്തരത്തിലുള്ള നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നതായിട്ടുള്ള ചെറിയ കാര്യങ്ങളെ പ്രതി നിങ്ങളുടെ ഉള്ളിൽ കുറ്റബോധം ഉണ്ടാക്കിയാണ്. നിങ്ങൾ എന്നെ വിളിച്ചില്ല, ഞാൻ എല്ലാ ദിവസവും നിങ്ങളെ വിളിക്കുന്നതാണ്, പക്ഷെ നിങ്ങൾ ഇന്ന് എന്നെ വിളിച്ചില്ല എന്നുള്ള രീതിയിൽ. ഇതൊരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്, പല രീതിയിൽ ഈ കാര്യങ്ങൾ സംഭവിക്കാം. അങ്ങനെ നിങ്ങളുടെ എല്ലാ ജന്മദിനവും വിഷ് ചെയ്യുന്ന ഒരു വ്യക്തി, പക്ഷെ അയാളുടെ ബർത്ത്ഡേ വന്ന ദിവസം നിങ്ങൾ തിരിച്ച് വിഷ് ചെയ്യാനായിട്ട് മറന്നുപോയി, അല്ലെങ്കിൽ നിങ്ങൾ താമസിച്ചു പോയി. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അത് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടാക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ്, അയ്യോ ഞാൻ ചെയ്തത് വളരെ തെറ്റായി പോയി.
ആ കുറ്റബോധം നിങ്ങൾ തെറ്റായി പോയി എന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഈ വ്യക്തി പിന്നെയും ആ കുറ്റബോധത്തിന്റെ ആഴം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കും. കാരണം ഈ വ്യക്തിക്ക് ഒരുപാട് സിമ്പതി ആവശ്യമാണ്. ആ വ്യക്തിയെ കുറിച്ചിട്ട് എമ്പതറ്റിക്കലായിട്ട് അയാളുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് ഈ സ്വഭാവത്തിൽ കുറവ് വന്നേക്കാം. അപ്പൊ സിമ്പതി അല്ലെങ്കിൽ കെയറിങ്, അറ്റൻഷൻ, ഇതൊക്കെ ആൾക്കാർക്ക് ആവശ്യമായിട്ട് വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ടാക്ടിക്സ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ളത്. അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലേയിങ് വിക്ടിം ആണ്. അതായത് എന്തെങ്കിലും ഒരു തർക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തർക്കം തുടങ്ങി വെച്ചത് അവരായിരിക്കും. പക്ഷെ പിന്നീട് ഉള്ള അവരുടെ പെരുമാറ്റം കണ്ടാൽ തോന്നും നിങ്ങളാണ് എല്ലാം തുടങ്ങി വെച്ച് എല്ലാം പ്രശ്നത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെ അവർ വിക്ടിം പ്ലേ ചെയ്യുകയാണ്. എല്ലാവരും എന്റെ അഡ്വാൻറ്റേജ് എടുക്കുകയാണ്, അല്ലെങ്കിൽ എന്നെ ചൂഷണം ചെയ്യുകയാണ്, എന്നെ ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനാണ് എല്ലാത്തിന്റെ ഒരു ഇരയാകുകയാണ്, സ്വയം ഇരയാകുകയാണ്. അപ്പൊ വേട്ടക്കാരൻ ഇരയാകുന്ന ഒരു കാലമാണിത്. വേട്ടക്കാരൻ തന്നെ ആയിരിക്കും ഈ ഇരയായിട്ട് അഭിനയിക്കുന്നത്. അതിനാണ് വിക്ടിം പ്ലേ എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ ടാക്ടിക് ആണ് ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹം ഒരു ബോംബായിട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരുപാട് ഗിഫ്റ്റുകൾ ഒരു വ്യക്തിക്ക് മേടിച്ചു കൊടുക്കുക, അയാളെ ഒരുപാട് രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുക, അയാൾക്ക് ഒരുപാട് പാരിതോഷികങ്ങൾ നൽകുക, അയാളെ അങ്ങ് പൊക്കി അങ്ങ് ഉയരത്തിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ഭയങ്കര സ്നേഹവും അനുകമ്പയും കെയറിങ്ങും, അയാളെ എന്തൊക്കെ രീതിയിൽ സുഖിപ്പിക്കാൻ പറ്റുമോ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്ത് ഒരാളെ വീർപ്പ് മുട്ടിക്കുമ്പോൾ നിങ്ങൾക്കൊരു വ്യക്തി ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് പണവും ഒരുപാട് കെയറിങ്ങും എല്ലാം നിങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ട് ഇട്ടുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തന്നെ അതൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള അവസ്ഥ ഫീൽ ചെയ്യും. നമ്മളോട് അത്ര അടുപ്പമുള്ള വ്യക്തിയുടെ കാര്യമല്ല പറയുന്നത്, നമ്മളിലേക്ക് അടുക്കുവാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു കെയർ കിട്ടാനോ അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരാനായിട്ടോ, അല്ലെങ്കിൽ അതായത് അവർക്ക് വേണ്ടി തന്നെയാണ് അവരിത് ചെയ്യുന്നത്. അതായത് അവരുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ നിന്നു കൊടുക്കുന്ന രീതിയിൽ, അതിന് പാത്രമാകുന്ന രീതിയിൽ നിങ്ങളെ ടാക്ട്ഫുള്ളി അല്ലെങ്കിൽ സൈക്കോളജിക്കൽ മാനിപ്പുലേഷനിലൂടെ അതിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്ന സമയത്താണ് അതിന് ലവ് ബോംബിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ യഥാർത്ഥത്തിലുള്ള സ്നേഹവും സമ്മാനങ്ങൾ കൈമാറുന്നതായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഇത് എൻറ്റയർലി ഡിഫറൻറ്റുമാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അതിന്റെ റിയാക്ഷൻ ഉണ്ടാവുകയും അവർ ചെയ്ത കാര്യങ്ങളുടെ കണക്ക് പറയാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നോ പറയേണ്ടടുത്ത് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടടുത്ത് ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ടാക്ടിക് ആണ്. സൈലന്റ് ട്രീറ്റ്മെന്റ്, അതായത് നിശബ്ദതയോട് കൂടി ഇരുന്നിട്ട് ട്രീറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നിശബ്ദതയുടെ ട്രീറ്റ്മെന്റ് എന്നൊക്കെ നമുക്ക് വേണേൽ പറയാനായിട്ട് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ സമ്മാനിക്കുന്നത് നിശബ്ദതയാണ്. ആഫ്റ്റർ ആൻ ആർഗ്യുമെന്റ് നിങ്ങളുമായിട്ട് എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായി, അല്ലെങ്കിൽ സ്വരച്ചേർച്ചയില്ലാത്ത ഒരു സംഭവം അവിടെ നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ എതിരഭിപ്രായം ഉന്നയിച്ചു, ഇത് കഴിയുന്ന സമയത്ത് അതുവരെ നിങ്ങളോട് വർത്തമാനവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്? സൈലന്റ് ആയിട്ട് മാറുകയാണ്. ഇത് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിന്റെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി സ്ഥലത്തു നിന്ന് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിലും ഒക്കെ ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോളേജുകളിലും അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ആൾക്കാരിൽ നിന്നൊക്കെ ഈ സൈലന്റ് ട്രീറ്റ്മെന്റ് വളരെയധികം കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇത് സ്ത്രീകളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നതെങ്കിലും പുരുഷന്മാരിലും ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പൊ സൈലന്റ് ട്രീറ്റ്മെന്റ് ഉണ്ടാകുന്ന സമയത്ത് ആ വ്യക്തി നമ്മളോടൊന്നും സംസാരിക്കുന്നില്ല. അപ്പൊ നമ്മൾ ചെയ്തത് തെറ്റായി പോയോ, അല്ലെങ്കിൽ അയാൾക്ക് അസൂയ ആയതുകൊണ്ടാണോ, അയാൾക്ക് ദേഷ്യമായോ, പല രീതിയിലുള്ള ചിന്തകൾ വരും. അങ്ങനെ ആൾക്കാരെ കൺഫ്യൂസ്ഡ് ആക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനുശേഷം അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ വരുത്താൻ വേണ്ടിയും, അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിയുന്ന സമയത്തൊക്കെ സൈലന്റ് ട്രീറ്റ്മെന്റ് മാറാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫേവർ കിട്ടാൻ വേണ്ടി നിങ്ങളെ പ്രൈസ് ചെയ്യുന്നു. മുഖസ്തുതി എന്ന് നമ്മൾ പറയാറുണ്ട്. വളരെയധികം പ്രൈസ് ചെയ്യുന്നതിന്റെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ട്രയാങ്കുലേഷൻ ആണ്. അതായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടയിലേക്ക് നിങ്ങളെ ചൊടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കൂടുതൽ ശ്രദ്ധ കിട്ടുന്നതിനോ ഒക്കെ ആയിട്ട് മൂന്നാമതൊരാളെ കൊണ്ടുവരികയാണ്. ഇപ്പൊ രണ്ടുപേര് പ്രണയത്തിലാണ്, അതിലൊരു പാർട്ട്ണർ അവർ തമ്മിലൊരു തർക്കം ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരാളോട് കൂടുതൽ അഫെക്ഷൻ കാണിക്കുകയും അല്ലെങ്കിൽ അയാളെ ഈ ബന്ധത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയാണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. പിന്നീടുള്ള ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ടാക്ടിക് ആണ് വിത്ത് ഹോൾഡിംഗ് അഫെക്ഷൻ എന്ന് പറയുന്നത്. അതായത് സ്നേഹം, കെയറിങ്, അവരോടുള്ള സംസാരിക്കുന്ന അവസ്ഥ, നേരത്തെ പറഞ്ഞ സൈലന്റ് ട്രീറ്റ്മെന്റിന്റെ സമാനമാണിത്. മറ്റേതിൽ മിണ്ടുന്നില്ല എന്നുള്ളതാണെങ്കിൽ ഇതിൽ യാതൊരുവിധ ഇമോഷൻസോ അഫെക്ഷൻസോ കെയറിങ്ങോ ഒന്നും, എസ്പെഷ്യലി ഇത് പാർട്ട്നേഴ്സിന്റെ ഇടയിലൊക്കെയാണ് സംഭവിക്കാറുള്ളത്, അത് ഈ വ്യക്തിയുടെ അടുത്ത് കാണിക്കുന്നില്ല. കാരണം ഈ വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ വ്യക്തി അവർ ഉദ്ദേശിച്ച പോലെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയിൽ നിന്ന് അവർക്ക് കിട്ടാനുള്ള എന്തെങ്കിലും സംഗതി കിട്ടിയില്ല, അതിലേക്ക് ഇവരെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കാണിത്. അഫെക്ഷനെ വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്. പിന്നെ ചെറിയ കാര്യങ്ങളുടെ ആണെങ്കിൽ പോലും ഓവർ ഡ്രാമറ്റൈസേഷൻ അല്ലെങ്കിൽ ഓവറായിട്ട് ഒരു നാടകീയത കൊണ്ടുവരികയാണ്. ചെറിയൊരു പ്രശ്നമായിരിക്കും, അതിനെ വലിയ സംഭവമാക്കി നാടകീയമാക്കുന്ന അവസ്ഥ, അതും ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ടാക്ടിക് ആണ്. ആ സമയത്ത് നമ്മുടെ നിലപാട് കൈവിടാതെ, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ കൺട്രോൾ കൈവിടാതെ ശാന്തമായിട്ട് അതിനെ ഡീൽ ചെയ്യുക, അതിനെ ഒരു സംഭവമാക്കാത്ത രീതിയിൽ നിങ്ങൾ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം.
എന്ത് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എപ്പോഴും പരാതി പറയുന്ന സ്വഭാവവും ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ആണ്. അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്നുമില്ല, അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്തതിന്റെ ലെവലിൽ എത്താത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ കെയറിങ് നിരന്തരം കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ അവര് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ടാക്ടിക് ആണിത്. അപ്പൊ ഇത് കോമൺ ആയിട്ട് നിത്യജീവിതത്തിൽ കാണുന്ന സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ടാക്ടിക് ആണ്. ഈ സമയത്ത് ഇമോഷണൽ കൺട്രോളിൽ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരം എന്ന് പറയുന്നത്. ബിഗർ മാനിപ്പുലേഷൻ ടാക്ടിക്സ് ഉണ്ട്, സൊസൈറ്റിയുടെ ലെവലിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് വരാനിരിക്കുന്ന വീഡിയോയിൽ പറയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മുൻപുള്ള ചില വീഡിയോകളിലൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുമുണ്ട്, അല്ലെങ്കിൽ ചില വീഡിയോകളിൽ നല്ല രീതിയിൽ തന്നെ സ്പിരിച്വൽ ലെവലിൽ നിന്ന് തന്നെ അനലൈസ് ചെയ്തിട്ടുമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻ ടാക്ടിക്സിനെ തിരിച്ചറിഞ്ഞാൽ, നമ്മളൊരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ പകുതി അതിനെ ഓവർകം ചെയ്തു എന്നാണ് പറയുന്നത്. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഓവർ റിയാക്ട് ചെയ്യാതെ ശാന്തമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ സമാധാനവും സന്തോഷവും കണ്ടെത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ആ ഒരു എക്സിസ്റ്റൻസിനെ ബാധിക്കാത്ത രീതിയിൽ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്തുകൊണ്ട് നിങ്ങളുടെ കർമ്മത്തിനെ വിജയിപ്പിക്കാനായിട്ട് സഞ്ചരിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇത് പറയാമെന്ന് തീരുമാനിച്ചത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.